ദേവരാജൻ മാസ്റ്ററുടെ ഒരുപാട് കഥകളുണ്ട് രസമുള്ള. മാസ്റ്ററെ കാണാൻ വേണ്ടി ഒരാൾ പണ്ട് വീട്ടിലേക്ക് ചെന്നു ഉം. എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നപ്പോൾ മാസ്റ്റർ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നു. നടന്നു വരുന്ന ആൾ ഈ കാല് മണ്ണിൽ പതിയുന്ന ശബ്ദം പോലും കേൾക്കരുതെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. ഉം. അമിത വിനയം എന്ന് പറഞ്ഞാൽ പോരാ, അത്ര ഇങ്ങനെ താണു കേണാ വരുന്നത്. വന്നിട്ട് മതിലിൻ്റെ അവിടെ നിന്ന് സൈഡിൽ കൂടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പതുക്കെ ഈ ശബ്ദം ഉണ്ടാക്കാതെ ഓടാമ്പൽ എടുക്കുന്നു. എന്നിട്ട് അത് പതുക്കെ തള്ളി തുറന്നിട്ട് ഇങ്ങനെ അവിടുന്ന് കുനിഞ്ഞ് വരിക. അപ്പം മാസ്റ്റർ വിട്ടിരുന്നോണ്ട് പൊക്കോ. അപ്പോൾ ഇവിടെ വേറെ ആരോ ഉണ്ട്, നീ പൊക്കോ നീ പൊക്കോ പൊക്കോ. അപ്പം എന്തിനാ ഒരാൾ വരുന്ന ആൾ എന്തിനാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, എന്താ മാസ്റ്ററെ പറഞ്ഞത്? വിനയം കണ്ട അറിഞ്ഞൂടെ, പാട്ടുകാരനാ. ഓ, അങ്ങനെയാണ്. അല്ലെ, അത്ര വിനയത്തിന്റെ ആവശ്യമില്ലല്ലോ. അതെ, അതെ, ഒരാളെ സമീപിക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് മാസ്റ്റർ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഉം. മാസ്റ്റർക്ക് അമിത വിനയം ഇഷ്ടമല്ല, ഈ എന്തെങ്കിലും കുറുക്ക് വഴിയിലൂടെ അവിടെ ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല. നേരിട്ട് ഒരാളെ ചെന്നിട്ട് ഇപ്പോൾ രജനീഷ് എന്നിട്ട് മാസ്റ്റർ, ഞാൻ രജനീഷ്, മാസ്റ്റർ പാട്ടുകളൊക്കെ കേൾക്കുന്നയാളാണ്, ഈ മാസ്റ്ററോട് സംസാരിക്കും, ഇരിക്കും, വളരെ സുഖമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. എത്ര സമയം വേണമെങ്കിലും രജനീഷിനോട് സംസാരിക്കാൻ മാസ്റ്റർക്ക് ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ അവിടെ ചെന്ന് സൈഡിലൊക്കെ തലയൊക്കെ ചൊറിഞ്ഞ് പക്ഷേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ടാണ്.